മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ട്, ഉത്തരമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും ആർക്ക് വേണ്ടി ദ്വാരക്കണം? മറ്റുള്ളതാകുന്ന മോമിനീങ്ങൾക്കും ദ്വാരക്കണം. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ദുആഇന് ഇജാബത്ത് കിട്ടാൻ ചില പൊടിക്കൈകൾ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് പറയണം. ഹംദ് വേണം. 2 സ്വലാത്ത് വേണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മൂന്നാമത്തത്, നീ ചോദിക്കുന്നത് അതവോടുകൂടിയും പൊരുത്തത്തോടു കൂടിയായിരിക്കണം. തലമറച്ച് ഔറത്ത് മറച്ച് കിബിലക്കവിയുമായി ഒതുവെടുത്ത് എന്തെങ്കിലും ദിക്റും സ്വലാത്തിന് ശേഷം ഖുർആൻ അല്പം ഓതിയിട്ട് അതിനുശേഷം പിന്നെ അവനവന്റെ സ്വന്തം കാര്യങ്ങൾ ചോദിക്കുക, മക്കളുടെ കാര്യങ്ങൾ ചോദിക്കുക, കുടുംബത്തിന്റെ കാര്യം ചോദിക്കുക. ഇതിനെല്ലാത്തിനും പുറമെ ലാസ്റ്റ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്നുകൂടി ദുആയിൽ ഉൾപ്പെടുത്തണം. എന്തിനാ? അത് ദുആഇന് ഇജാബത്ത് കിട്ടാനാണ്.